നമസ്കാരം. നമസ്തേ. കേരളത്തിൽ ഫ്ലഡ് വലിയ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2018 ഓഗസ്റ്റ് 13 തുടങ്ങിയ മഴയായിരുന്നു 2018. പിന്നീട് അത് ഓഗസ്റ്റ് 16, 17 ഒക്കെ ആയപ്പോഴേക്ക് കൈവിട്ടു പോകുന്നു. അതേ പ്രക്രിയ പിന്നീട് പിൽക്കാലത്ത് 2019 നമ്മൾ കണ്ടു. ഒരു കുറച്ച് കാലയളവിന് ശേഷം 2026 എത്തുമ്പോൾ വീണ്ടും സമാനമായ വലിയ തരത്തിലുള്ള ഫ്ലഡ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെല്ലാവരും ഇത് ചെറിയ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. പക്ഷേ ആൾക്കാര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയാ, ഇതത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന രീതിയിൽ ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും പറഞ്ഞത് കാലാവസ്ഥാ വ്യതിയാനമൊന്നും അങ്ങനെ ഒരു പ്രക്രിയ പോലും ഇല്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു പിന്നെ പിന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തോന്നുന്നു പലപ്പോഴും ഇപ്പോൾ കേരളം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണുന്നത്? ഞെട്ടിപ്പിക്കുന്ന പ്രത്യാഘാതങ്ങളാണ്, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ഫലങ്ങളാണ് കേരളം കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിരിക്കുക. പക്ഷേ ഇതിന്റെ ചർച്ചകള് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. നമ്മുടെ സർക്കാരിന്റെ പോളിസി മേക്കിങ്ങില് ഇത് ഒരിക്കലും ഒരു പ്രധാന ഘടകമായിട്ട്, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പദ്ധതിയാണ് കേരളം പ്രഥമ പരിഗണന കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും. ഒരു ബഡ്ജറ്റ് വരുമ്പോ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പദ്ധതികൾക്കാണ് കേരള ബഡ്ജറ്റിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും. ഞാനിത് പറയുമ്പം പല ആൾക്കാരും അതൊക്കെ പുച്ഛിക്കും. നമ്മുടെ നറേറ്റീവുകളിൽ നമ്മുടെ പ്രകൃതിക്ക് നമ്മുടെ ചുറ്റുപാടും സംഭവിച്ച മാറ്റങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. കേരളത്തിൽ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം തന്നെ ഇല്ല. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ലോകത്തിൽ പല രാജ്യങ്ങളിലുണ്ട്, പക്ഷെ കേരളത്തിൽ അതില്ല. കേരളത്തില് അങ്ങനെ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും തന്നെ ഇലക്ഷനിൽ വലിയ പ്രചാരണമൊന്നും കിട്ടാറില്ല. പകരം അതിനുള്ളിലെ അഴിമതിയുടെ കാര്യം മാത്രമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തിൽ മാത്രമായിട്ട് ഏതാണ്ട് 700-800ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടു. അന്നത്തെ ആ പ്രളയത്തിൽ തന്നെ ഒരു 2000-3000 കോടി രൂപയുടെ വസ്തുവകളുടെ നാശനഷ്ടം സംഭവിച്ചു. പിന്നീട് നിങ്ങൾ നോക്കൂ, കേരളത്തില് എല്ലാ വർഷവും ഏതെങ്കിലും മലയിടിച്ചിലോ വെള്ളപ്പൊക്കമോ ഉണ്ടാകും. എല്ലാ വർഷവും കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ആ ഉരുൾപൊട്ടലുകളിൽ തന്നെ ഒരു 300-400 പേര് മരിച്ചിട്ടുണ്ടാകും. എത്ര, ഞാൻ എല്ലാത്തിനെയും കണക്ക് പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതിന്റെ പിന്നിലുള്ള ആശയം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഇപ്പം ഏതൊക്കെയാണ് എന്നുള്ളത് പ്രാഥമികമായിട്ട് ചോദിച്ചാൽ ഈ മുണ്ടക്കൈ, ചൂരൽമല, കവളപ്പാറ, എത്ര എത്ര ഉരുൾപൊട്ടലുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ഇടയിൽ ഉണ്ടായത്. അതൊന്നും തന്നെ നിസ്സാരമായ ഉരുൾപൊട്ടലുകളല്ലായിരുന്നു. ചിലതിൽ 100-ന് മേൽ ആൾക്കാർ കൊല്ലപ്പെട്ടു, ചിലതിൽ 10 അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചായിരിക്കും. ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ തന്നെ ഇപ്പോ ഉണ്ടായില്ലേ, ഇപ്പോ തുരങ്കം പണിയുന്നിടത്ത് മണ്ണിടിച്ചിലുണ്ടായി, ഒരു 6-7 പേര് കൊല്ലപ്പെട്ടില്ലേ. എത്രയോ ആൾക്കാരെ കാണാതെ പോയിട്ട് ഇപ്പോഴും കണ്ടു കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ സുകുമാരക്കുറുപ്പിനെ തേടി പോകുന്നു. പക്ഷെ ഈ ഒരു നിസ്സാര കാര്യം പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത്, കേരളത്തിന്റെ പരിഗണന, രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പരിഗണന, പ്രഥമ പരിഗണന പരിസ്ഥിതി വിഷയങ്ങൾക്കാകണം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ബാക്കിയൊന്നും വെച്ചിരിക്കാൻ ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് കേരളത്തിലെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങൾ, വയനാട്, ഇങ്ങനെയുള്ള കുറച്ച്, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മലയും മണ്ണിടിച്ചിലല്ല, പെരിയാറിലെ വെള്ളപ്പൊക്കമാണ് ആലുവയിലും എറണാകുളം നഗരത്തിലും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് പമ്പ, അച്ചൻകോവിൽ ആറുകളുടെ പ്രളയമാണ് അവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പത്തനംതിട്ട ജില്ല മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. അതിപ്പോ അങ്ങ് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ആലപ്പുഴ ജില്ലയോട് ചേർന്ന് കിടക്കുന്നത് തിരുവല്ല തൊട്ട് അങ്ങ് മലനിരകൾ ചെന്ന റാന്നി, കോന്നിയൊക്കെ ചെന്നാലും ഇത് തന്നെയാണ്. അപ്പൊ ഇത് എന്താണ്, ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് കേരളത്തിലെ പല പ്രദേശങ്ങളും ആവാസയോഗ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നത് പച്ചയായ ഒരു പരമാർത്ഥമാണ്. അതുപോലെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും റോഡുകൾ നിലനിൽക്കുന്നില്ല എന്നത് കോടിക്കണക്കിന് രൂപ, അതും ഒരു സത്യമാണ്. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയുകയാണ്. കോടിക്കണക്കിന് രൂപ
ചെലവഴിച്ച് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഇപ്പം നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി ആവും. ആ റോഡ് 2018 പോലൊരു പ്രളയം വന്നാലും അത് മുങ്ങില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇപ്പം അതിന്റെ ചില ഭാഗങ്ങൾ മുങ്ങിപ്പോയിരിക്കുകയാണ്. അതായത് കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും നമുക്കില്ലാതായി. അത്തരം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇത് ഒരു ഘടകമായിരിക്കും. കേരളത്തിന് അല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേരളം ഒരു സുരക്ഷിത സ്ഥലമല്ല. ഇതൊക്കെ പറയുന്നതിൽ എന്താണ് തെറ്റ്? കോടതികൾ പോലും ഈ ഒരു വിഷയത്തിൽ വേണ്ടത്ര പരിഗണന, ശ്രദ്ധ കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോലും ഈ പ്രശ്നത്തിന്റെ ഗൗരവം, ആ വിഷയത്തിന്റെ ഒരു സീരിയസ്നെസ് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലാതെയും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കടൽക്ഷോഭങ്ങൾ, ഓഖി, അതിനു മുമ്പ് സുനാമി. നമ്മുടെ തീരപ്രദേശ റോഡുകളൊക്കെ എല്ലാ വർഷവും ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും മുങ്ങിപ്പോവുകയാണ്. ഇപ്പൊ തന്നെ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ തീരത്തുള്ള ആറാട്ടുപുഴയൊക്കെ അവിടെ എല്ലാം റോഡ് പൂർണ്ണമായിട്ടും വെള്ളം കയറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കാണിക്കുന്നത് കേരളത്തിന്റെ മുഴുവൻ വികസന തന്ത്രവും പൊളിച്ചെഴുതണമെന്ന്. കേരളം പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കേരളത്തിന്റെ ജനസംഖ്യ ഉൾപ്പെടെ ഇപ്പൊ കേരളത്തിലെ 8 ജില്ലകളിൽ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ശരിക്കും കേരളത്തിലെ 2-3 ജില്ലകളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്. അതായത് ഉദാഹരണത്തിന് മലപ്പുറം, കണ്ണൂര്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലെ ജനസംഖ്യാ വർധനവ് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ സ്റ്റേബിൾ ജനസംഖ്യ നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. കേരളത്തിലെ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ഏറ്റവും അധികമുള്ള ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ്. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു ഈ വിഷയം. അദ്ദേഹം ഒരു മുൻ പത്രപ്രവർത്തകനാണ്. ഇപ്പൊ അദ്ദേഹം കൃഷി ഒക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഭൂമി വാങ്ങാൻ ആളില്ല, ഭൂമി വേണ്ട. അപ്പം പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ഭൂമിക്ക് വില കുറഞ്ഞിട്ടില്ല, വില ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട്. ഇപ്പം ഈ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ആലപ്പുഴ ജില്ലയിലും ഒക്കെ വന്നാൽ അവിടെ ഒന്നും ഭൂമിക്ക് വിലക്കുറവൊന്നുമില്ല. പക്ഷേ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗം, പത്തനംതിട്ട ജില്ല, കോട്ടയം, ഇടുക്കി, അങ്ങനെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങള്, എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, ഇവിടെ ഒന്നും ഭൂമി വാങ്ങാൻ ആളില്ല. ഭൂമി കച്ചവടം അധികം നടക്കുന്നില്ല. കാരണം ഒന്ന് ജനസംഖ്യയുടെ കുറവ്, രണ്ട് പല ആൾക്കാരും പല പ്രദേശങ്ങളിൽ ഇപ്പൊ ഭൂമി വാങ്ങാൻ മടിക്കുന്നു. കാര്യം അവിടെ ഈ നിരന്തരമായിട്ടുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ആൾക്കാരെ മാറ്റി ചിന്തിപ്പിക്കുക. അവരങ്ങനെ സുരക്ഷിതമെന്ന് കരുതുന്ന പുതിയ സ്ഥലത്തേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ അവിടെ വലിയൊരു ജനസംഖ്യാ സ്ഫോടനം ഉണ്ടായിട്ട് ആ പ്രദേശവും ഇത് തന്നെ സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഒരു പ്രദേശത്ത് നിർമ്മിക്കാൻ പറ്റുന്ന വീടുകളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം, ഞാൻ പറയുമ്പോൾ ഇത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച്. കാരണം ഒരു പ്രദേശത്തിന് താങ്ങാൻ പറ്റുന്ന അവിടുത്തെ റിസോഴ്സസ് കൊണ്ട്, അവിടെ ലഭ്യമായ ജലം, അവിടെ ലഭ്യമായിട്ടുള്ള മറ്റ് വിഭവങ്ങൾ, ഇതിനൊക്കെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് 100 വീട് മാത്രം നിൽക്കാൻ ശേഷിയുള്ളിടത്ത് 1000 വീട് വന്നാൽ അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം തകരാറില്ല, വാട്ടർ സപ്ലൈ തകരാറില്ല, റോഡുകളിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടാകും. കേരളത്തിൽ പലയിടത്തും ആസൂത്രിതമല്ലാത്ത ഒരു വികസനം, റോഡിന്റെ സൈഡിലും കടപണി, അതങ്ങ് നിരയായിട്ട് അങ്ങ് കടപണി, അവിടെ പതുക്കെ അതൊരു ടൗൺ ആയിട്ട് അറിയപ്പെടും. ഇപ്പൊ അങ്ങനെയാണ് ആ ടൗൺ ഒന്നും അധിക നാൾ നിലനിൽക്കാൻ പോകുന്നില്ല, പ്രകൃതിക്ഷോഭത്തിൽ തകർന്നു പോകും. ഇപ്പം വയനാട്ടിൽ തകർന്നു പോയ ആ ഒരു പ്രദേശം കഴിഞ്ഞ തവണ ഒലിച്ചു പോയത് അത് ഇത്തരം ഒരു വികസനമായിരുന്നു. ചില സ്ഥലത്ത് നമുക്ക് നിയന്ത്രണമില്ലാതെ വീട് പണിയാൻ അനുവദിക്കാൻ പറ്റില്ല, ചില സ്ഥലത്ത് നമുക്ക് ആവശ്യമില്ലാതെ കടകൾ പണിയാൻ അനുവദിക്കാൻ പറ്റില്ല. ഇതൊക്കെ ജനങ്ങളെ ഉൾക്കൊള്ളിക്കണം. സിവിക് സെൻസ് ജനങ്ങളിൽ വേണം. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ ദൈനംദിന നറേറ്റീവ്സിൽ നമ്മൾ ചില ആഖ്യാനങ്ങൾ മാത്രം, ഇപ്പൊ ഉദാഹരണത്തിന് വർഗീയതയെക്കുറിച്ച് നമ്മൾ എപ്പോഴും വാചാലരാകും. വിദേശത്ത് നടക്കുന്ന സംഘർഷങ്ങളെ കുറിച്ച്, ആഫ്രിക്കയിൽ എന്ത് നടന്നു, പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ എന്ത് നടക്കുന്നു. പണ്ടൊക്കെ ബാർബർ ഷോപ്പിൽ ചെന്നാലും ഗ്ലാസ് നോസ്റ്റിനെയും പെരിസ്ട്രോയിക്കയും ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുടി വെട്ടുന്ന ബാർബർമാര് കേരളത്തിന്റെ അഭിമാനമായിരുന്നു.
പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ചുറ്റും നടക്കുന്ന നമ്മുടെയൊക്കെ ചുറ്റും എന്താണ് നടക്കുന്നത്, അത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വികസനമാണോ നടക്കുന്നത്? ഇപ്പം ഞാൻ ഇന്നൊരു കണക്ക് വായിച്ചത്, കേരളത്തിലെ 6 ലക്ഷം ഹെക്ടർ നെൽപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് നികത്തപ്പെട്ടു, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ ഉപയോഗശൂന്യമാണ്. ഇവിടെയൊക്കെ ശേഖരിച്ചിരുന്ന വെള്ളം അത് ഇന്ന് അവിടെ കെട്ടി നിൽക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ വെള്ളമൊക്കെ നദികളിലേക്ക് പോയി, അല്ലെങ്കിൽ തോടുകൾ, ചെറിയ കൈത്തോടുകൾ ഇതിലേക്കൊക്കെ പോയി. അതിനൊന്നും ഇത് താങ്ങാൻ ശേഷിയില്ല. ഇപ്പോഴത്തെ തെക്കൻ കേരളത്തിലെ ഇപ്പോഴത്തെ മഴയത്ത് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്ന, കുട്ടനാട്ടിലെ പല ഗ്രാമങ്ങളും താമസിക്കാൻ പറ്റാത്തതായി. പണ്ട് ചമ്പക്കുളം അല്ലെ പുളിങ്കുന്ന് ഒരിക്കലും വെള്ളം വലുതായിട്ട് കയറാത്ത സ്ഥലമാണ്, കര കുറച്ച് ഉയർന്ന സ്ഥലമാണ്. ആ പുളിങ്കുന്നിലൊക്കെ വലിയ വില ഉണ്ടായിരുന്നു ഭൂമിക്ക്. ഇന്ന് പുളിങ്കുന്നിലൊന്നും ആരും പോയി താമസിക്കുന്നില്ല. കാവാലവും കൈനഗിരിയും ഒക്കെ ആൾക്കാർ വിട്ട് ഓടിപ്പോവാണെന്നാ പറയുന്നത്. അവരൊക്കെ ചങ്ങനാശ്ശേരിയിലോട്ട് പോകും. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തവും കൊളുത്തി പട അവിടെ നിൽക്കുന്നു എന്നൊരു ചൊല്ല് ഉണ്ട്. അതുപോലെയാണ് ഈ കുട്ടനാട്ടിൽ നിന്ന് പേടിച്ച് ചങ്ങനാശ്ശേരി ചെന്ന ആൾക്കാർക്ക് ചങ്ങനാശ്ശേരിയിൽ വീണ്ടും പ്രളയമായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ അവസ്ഥ. അപ്പൊ അവര് ചെല്ലുന്നിടത്തൊക്കെ അവർക്ക് പ്രതിസന്ധിയാണ്. അപ്പം സത്യം പറഞ്ഞാല് കേരളത്തില് എല്ലായിടും ഈ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. കേരളത്തിലെ ഈ വെള്ളപ്പൊക്കത്തിന്റെ കെടുതി, ചിലയിടത്ത് ജല ദൗർലഭ്യം, അതുപോലെ തന്നെ പിന്നെ മണൽ വാരൽ, ചിലര് മണൽ വാരാത്തോണ്ടാണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ കഴുകൻ കണ്ണോടെ വരുന്നു. പക്ഷെ ഇത് ഞാൻ പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യരുതെന്ന് ഞാൻ പറയില്ല, നിയന്ത്രിതമായ രീതിയിൽ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, 100 ലോഡ് മണ്ണെടുക്കാനുള്ള അനുവാദം ഒരാൾക്ക് കൊടുത്താൽ അതിന്റെ പേരിൽ അവൻ ഏറ്റവും കുറഞ്ഞത് 10,000 ലോഡെങ്കിലും എടുക്കും. അത്ര അന്തരമുണ്ട്. അതിന് ലോക്കൽ രാഷ്ട്രീയക്കാർക്കും പോലീസിനും പിന്നെ റവന്യൂ അധികാരികൾക്കും ഒക്കെ കൈക്കൂലി കൊടുക്കും. കറങ്ങി തിരിഞ്ഞ് ചെല്ലുന്നത് എൻ്റെ പിന്നെ ഒരു വിലയിരുത്തൽ, കേരളത്തിന്റെ സർവ്വ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധി അഴിമതിയിലാണ്. ഈ അഴിമതിയാണ് എല്ലാ പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥയും എല്ലാ നിയമങ്ങളും ലംഘിക്കാൻ നമുക്ക് പ്രേരക ശക്തിയായിട്ട് വന്നത്. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. കേരളത്തിൽ ഒരു പരിസ്ഥിതി മുന്നേറ്റത്തിൻ്റെതായ ഒരു രാഷ്ട്രീയം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയല്ല, കക്ഷി രാഷ്ട്രീയമല്ല, അതിന്റെ ഒരു രാഷ്ട്രീയം തുടങ്ങുന്നത് സൈലന്റ് വാലി വിഷയത്തിലാണ്. ആ സൈലന്റ് വാലി വിഷയത്തിൽ കേരളത്തിൽ ഉണ്ടായ ഒരു മുന്നേറ്റം, അത് സൈലന്റ് വാലി പദ്ധതി നടപ്പാക്കാതെയും അവിടെ ആ കാട് സംരക്ഷിക്കുന്നതിലും ഒക്കെ എത്തിച്ചേർന്നു. അത് എത്രത്തോളം അതിന്റെ മറ്റു ഘടകങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഉണ്ടായത് അവിടെ നിന്നാണ്. പക്ഷെ അത്തരം പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തിന്റെ പിന്നെ ആറന്മുള സമരം ഒരു പരിധിവരെ പരിസ്ഥിതിയുടേതായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നതിൽ. അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, പക്ഷെ അതൊക്കെ തന്നെ ഒരു പ്രദേശത്തിന്റെ മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആ പ്രദേശത്തെ ആൾക്കാരുടെ മാത്രം പ്രശ്നമാണ്. വിശാലമായി കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഉള്ള ഒരു പരിസ്ഥിതിയുടെ രാഷ്ട്രീയം, അതുപോലെ ഒരു പരിസ്ഥിതി അജണ്ട, ഒരു ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ കേരളത്തിന്റെ പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ഒരു ബാലൻസ് എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു അജണ്ട, സർക്കാരിന്റെ പദ്ധതികൾ നടപ്പാക്കുക, റോഡ് തൊട്ട് ഉള്ള വികസന പരിപാടികൾ അതെങ്ങനെ നടപ്പാക്കാം, കയ്യേറ്റപ്പെട്ട കായലും കയ്യേറ്റപ്പെട്ട തോടുകളും പുഴകളുമാണ് കേരളത്തിന്റെ മറ്റൊരു പ്രശ്നം. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ ഓർക്കാറുണ്ട്, മനുഷ്യനിർമ്മിതമായ തോടുകളാണ് ആലപ്പുഴ നഗരത്തിലുള്ളത്. ഒന്ന് വാട കനാല്, മറ്റൊന്ന് കമേഴ്സ്യൽ കനാൽ. ഞാൻ ആലപ്പുഴ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഞങ്ങള് ഈ കനാലുകളുടെ നവീകരണം സംബന്ധിച്ചിട്ട് ഒരു പഠനം നടത്തി. ആ പഠനത്തിന്റെ റിപ്പോർട്ടിൽ നമ്മൾ കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടു. കാരണം സർക്കാർ വകുപ്പുകളുടെ അനാസ്ഥ തമ്മിലുള്ള ശക്തി ബലപരീക്ഷണമാണ് അവിടെ കനാലുകളെല്ലാം തന്നെ അഴുക്ക് വെള്ളം നിറഞ്ഞു കിടക്കാൻ ഇടയായത്. ഒരു ഭാഗം അതിനൊരു പരിഹാരമായിട്ട് കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു കളക്ടറെ നോഡൽ ഓഫീസറായിട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സമിതി ഉണ്ടാക്കി അത് പരിഹരിക്കാൻ. പ്രശ്നവും പരിഹാരവും രണ്ടും ഞങ്ങൾ പഠിച്ചു. പക്ഷെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടെത്തിയത്, ഈ കനാല് കടലിനോട് ചേർന്നിരുന്നത് അതിന്റെ അവസാന ഭാഗം മനുഷ്യർ കയ്യേറി വീടുകൾ പണിഞ്ഞിരിക്കുന്നു. അതായത് ആലപ്പുഴയിലെ നഗരത്തിലെ കനാലുകളുടെ കടലിനോട് ചേരുന്ന ഭാഗം മുഴുവൻ കയ്യേറിപ്പോയി. അത് കാരണം കുട്ടനാട്ടിലോട്ട് പിന്നെ ചില സമയങ്ങളിൽ വെള്ളം കയറി കുട്ടനാട് ശുദ്ധീകരിക്കാൻ, കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം ഇതുവഴി ഒഴിഞ്ഞു പോകാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു.
ഇത് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത് ചെങ്ങന്നൂരിൽ ഒരു നദി തന്നെ പൂർണ്ണമായിട്ട് ഒരു കിലോമീറ്ററുകൾ ആൾക്കാർ കയ്യേറി. അത് ഉത്തരപ്പള്ളി ആറ് എന്ന് പറയുന്ന ഒരു ആറ്. ആ ഉത്തരപ്പള്ളി ആറ് പിന്നെ അച്ചൻകോവിൽ പമ്പാ നദിയിൽ നിന്ന് തുടങ്ങി അച്ചൻകോവിൽ ആറ്റിലേക്ക് വരുന്ന ഒരു കൈവഴിയാണ്. ഈ കൈവഴി അത് പൂർണ്ണമായിട്ട് അതിന്റെ പകുതി ദൂരത്തോളം കയ്യേറി. ബാക്കി പകുതി ദൂരത്ത് ഇപ്പോഴും വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അത് കാരണം കുറെ പ്രദേശങ്ങളിൽ വലിയ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിട്ട് ഉണ്ടാകുന്ന ജല മാലിന്യങ്ങൾ എല്ലാവരുടെയും കിണറ്റിൽ ഉണ്ടാകുകയാണ്. ഇതൊക്കെ തന്നെ ഈ കയ്യേറ്റങ്ങൾ പലയിടത്തും തോടുകളും ഒക്കെ ഒഴുകുന്നുണ്ടെങ്കിലും അതിന്റെ വീതി കുറഞ്ഞു. അതായത് സർവത്ര അഴിമതി റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ നടന്നിട്ട്, പഞ്ചായത്തുകളിലും ലോക്കൽ ബോഡീസിലും ഒക്കെ നടന്നിട്ട്, മൊത്തത്തിൽ നമ്മുടെ ഈ റെമിറ്റൻസ് എക്കോണമി വന്നതിന് ശേഷം നമ്മൾ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ നിയമനിർമ്മാണത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഒരു ഘടകമേ അല്ലാതായതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരന്തത്തിന്റെ കാരണം. വരും ദിവസങ്ങളിൽ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം, ഞാൻ പറയുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണമെന്നല്ല, നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പരിസ്ഥിതിയുടെ ആംഗിൾ ചിന്തിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ടാവുകയും എല്ലാ വർഷവും ഉണ്ടാകുന്ന ഈ മരണങ്ങളൊന്നും ഇല്ലാതാവുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഓരോ വർഷവും നമ്മുടെയൊക്കെ തന്നെ ബന്ധുക്കളെ നമുക്ക് കൊല്ലാം, നമ്മുടെ പിന്നെ പ്രകൃതി വിഭവങ്ങൾ വിറ്റ് നമുക്ക് ജീവിക്കാം, നമ്മുടെ വരും തലമുറകൾക്ക് ഒന്നും നമുക്ക് ബാക്കി വെക്കണ്ട എന്നൊരു പൊതു സമവായത്തിലൂടെ നമുക്ക് കേരളത്തെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ഈ തലമുറയ്ക്ക് അങ്ങ് കടന്നു പോകാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ തീരുമാനിക്കാം. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഉത്തരവാദി നമ്മളൊക്കെ തന്നെയാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ജനത പലവിധ ദുരന്തങ്ങളിലൂടെയും കടന്നു പോകും. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും, കൊണ്ടാലും അറിഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ സ്ഥാനത്തേക്ക് എത്തും. കേരളം വരും വർഷങ്ങളിൽ കേരളം എന്ന സംസ്ഥാനം തന്നെ പതുക്കെ പതുക്കെ ഇല്ലാതാവും. ഇപ്പൊ തന്നെ പല താലൂക്കും തമിഴ്നാട് ചോദിക്കുന്നുണ്ട്, കുറെ കർണാടകവും ചോദിക്കും, ബാക്കി കുറെ കേന്ദ്ര പ്രദേശമായിട്ടും ബാക്കി കുറെ ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറാം. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ പരിസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ പ്രധാന അജണ്ടകളിൽ ഒന്നായിട്ട് മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.